ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതാ രാവിലെ തന്നെ മുറ്റത്ത് വന്നപ്പോൾ ഒരു തേങ്ങ ചാടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അതൊന്ന് കൊടുന്നേക്കട്ടെ, കാരണം ഇനിയിപ്പോൾ വണ്ടി അങ്ങനെ പോക്കും വരവൊക്കെ കയറാം. അപ്പോൾ അതൊക്കെ ഒരു ഇടങ്ങേറല്ലേ എഴുതിയിട്ട് ഞാനത് എടുക്കാൻ പോകാൻ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടി ഇബ്ബാനെ വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ നേരൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു മക്കൾക്ക് ഇന്ന് ഒരു അടിപൊളി റൈസ് ഉണ്ടാക്കാൻ സ്കൂളിലേക്ക് എന്നില്ല കേട്ടോ. അപ്പോൾ അതിന് നോക്കുമ്പോൾ അതിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. രാവിലെ ഇനി മക്കൾക്ക് എന്താണ് ചോറുക്ക് കൂട്ടാൻ കൊടുത്തേക്കാന്നൊക്കെ ആലോചിക്കുമ്പോൾ വിചാരിച്ചു അവർക്കൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കുക. അപ്പോൾ ആ റൈസ് ആകുമ്പോൾ പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒന്നിങ്ങനെ ചിക്കനോ എന്തെങ്കിലും മതിയല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ കുറച്ച് കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കിഴങ്ങ് കട്ടാക്കി എടുക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ ഇഷ്ടം വെച്ചാൽ അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കിഴങ്ങ് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊക്കെ കുറച്ച് വെറൈറ്റി ആകുമ്പോൾ പിന്നെ അവർക്ക് അതിലേക്കുള്ള കൂട്ടാനൊന്നും അത്ര ഉഷാറില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാ ചോറൊക്കെ കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂട്ടാൻ പോരാന്നുള്ളത് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഈ ചോറൊന്ന് വെറൈറ്റി ആകുമ്പോൾ പിന്നെ അതിൻ്റെ ടെൻഷനായിട്ട് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോളി. മക്കൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു റൈസ് ഉണ്ടാക്കാനൊക്കെ തോന്നുമല്ലോ, അപ്പം ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ കിഴങ്ങൊക്കെ ഞാനിങ്ങനെ ചെത്തി കൂർപ്പിച്ച് സ്ക്വയർ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഇത്തിരി ഉപ്പ് തേച്ചിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ആദ്യം ചെയ്യണത്. പിന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, നമ്മുടെ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് തീയൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ, കാരണം എണ്ണ ചൂടായാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കിഴങ്ങെടുത്തിട്ട് ഫ്രൈ ആക്കാൻ കേട്ടോ. കുറച്ച് നല്ല നമ്മൾ കട്ടാക്കിയെടുത്ത കിഴങ്ങൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കോരി വെക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യുക. അത് ഇത്തിരി ഉപ്പും കൂടി പറ്റിയിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്യാപ്സിക്കം, ക്യാരറ്റ്, വലിയുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, കോരി മാറ്റുന്നുണ്ട്. അതിനുശേഷം ആ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം നമ്മുടെ വലിയുള്ളി ഉണ്ടല്ലോ, ഒരു ഇത്തിരി ഉള്ളൂ കേട്ടോ, അതൊന്നും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ ക്യാപ്സിക്കം പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി വന്നോട്ടെ. അതൊന്ന് വഴറ്റി വന്നാൽ പിന്നെ നമ്മളതിലേക്ക് അവിടെ റൈസ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബസുമതി വെള്ള റൈസ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്, കാരണം ഈ നമ്മുടെ ക്യാപ്സിക്കത്തിലേക്കും സവാളിലേക്കും ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച നമ്മൾ കിഴങ്ങുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഊറ്റി വെച്ച് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കാരണം മക്കൾക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് റൈസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, കാരണം ഉപ്പ് ഇത്തിരി കമ്മില പോലെ തോന്നി മിക്സാക്കി എടുത്തപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ ഇത് എടുത്തിട്ടുണ്ടല്ലോ, സോയാ സോസ് ഉണ്ടല്ലോ, അത് ഒരു ചെറിയ ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡോളം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. തീയൊക്കെ ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടപ്പൊക്കെ മാറ്റിയിട്ട് നമ്മളിതൊന്നും കൂടി ഇങ്ങനെ മിക്സാക്കി കൊടുക്കാൻ കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടിപൊളി റൈസാണ്. പിന്നെ ഞാൻ മോൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ നമുക്ക് കിഴങ്ങ് ഫ്രൈ ആക്കിയതോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം, പെട്ടെന്ന് മക്കൾക്ക് സ്കൂൾക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്, അതൊന്ന് വിരിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഒഴിവിനനുസരിച്ചൊക്കെ ഇങ്ങനെ ഏതെങ്കിലും പണികൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. എന്നാലാണ് രാവിലെയൊക്കെ നമുക്ക് വേഗം ജോലികളൊക്കെ തീരുന്ന പോലെ തോന്നും കേട്ടോ. നമുക്കിങ്ങനെ താമസിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പണികളും വൈകി നമ്മൾ ഒരുപാട് സമയമാവും കേട്ടോ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയ ശേഷം പിന്നെ നമ്മൾ കർട്ടനൊക്കെ ഒന്ന് പൊങ്ങിച്ച് വെക്കുക കേട്ടോ, കാരണം പകൽ സമയങ്ങളൊക്കെ ഞാൻ
കർട്ടന് അങ്ങനെ പൊങ്ങിച്ച് വെച്ചിട്ട് അതിൻ്റെ ലൈറ്റ് കൊണ്ടാണ് കേട്ടോ റൂമിലൊക്കെ ഉപയോഗിക്കൽ. എപ്പോഴും ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ ഒന്നും നിൽക്കില്ല കേട്ടോ. നമ്മൾ കർട്ടനൊക്കെ പൊങ്ങിച്ച് വെച്ചാൽ തന്നെ ഒരുവിധം ലൈറ്റൊക്കെ നമ്മുടെ റൂമിലേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ. കാരണം നമുക്ക് അത്യാവശ്യം ലൈറ്റൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആണ് കേട്ടോ ചെയ്യൽ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, പോവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കർട്ടനും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ വെച്ചിട്ട് അവിടെ ഇത്തിരി സമയം നിന്നു കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മോട്ടർ നിറഞ്ഞിട്ട് ഞാൻ അത് നിർത്താൻ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതാ കിച്ചണിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാ കിച്ചണിൽ ഇനിയുള്ള പണി നമുക്ക് ഏറ്റവും റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കിച്ചണ് ആകെ പാത്രം എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചോറും ചായയും എല്ലാ പരിപാടിയും കഴിഞ്ഞ് മക്കളെ പോക്കൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഈ അവസ്ഥ. ഇബ്ബാൻ്റെ പോക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോ തലക്കെന്നും നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നമ്മളിങ്ങോട്ട് എന്താ പറയുക ഒന്നിച്ച് സിങ്കിലേക്ക് പാത്രമാക്കിയിട്ട് അങ്ങോട്ട് കഴുകിയൊക്കെയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താൽ തന്നെ പെട്ടെന്ന് ക്ലീനിങ് ഒക്കെ ആയിട്ടോ. അപ്പോൾ ലാസ്റ്റ് എല്ലാതും എടുത്ത് വെച്ചതിന് ശേഷം ഇതാ നമ്മുടെ കിച്ചണൊക്കെ പഴയ പോലെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സമാധാനമാണല്ലേ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്